വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫ് സർക്കാർ അധികാരമേറ്റ് ഒരു മാസം തികയാൻ പോവുകയാണ്. മെയ് 18-നാണ് മുഖ്യമന്ത്രി സതീശനും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സർക്കാർ ഒരു മാസം പൂർത്തിയാകുന്നതിന്റെ തൊട്ടടുത്ത ദിവസം കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അതായത് ജൂൺ 19. കാര്യമെന്തെന്ന് ചോദിച്ചാൽ അന്നാണ് സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. ധനമന്ത്രി കൂടിയായ സതീശൻ തന്നെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെയും ആദ്യ ബജറ്റ് അവതരണം. എന്തായാലും കേരളം ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയുമാണ് ബജറ്റിനെ കാത്തിരിക്കുന്നത്. കാരണം സതീശന്റെ വിസ്മയങ്ങൾ എന്തെങ്കിലും ബജറ്റിൽ ഉണ്ടാകുമെന്ന് ഓരോ വിഭാഗങ്ങളും കരുതുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലാണ് സംസ്ഥാനത്തിന്റെ ധവളപത്രം ധനമന്ത്രി പുറത്തുവിട്ടത്. ഇതിൽ കേരളത്തിന്റെ ധനസ്ഥിതി കടുത്ത പ്രതിസന്ധിയിലാണെന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും കരകയറാനുള്ള വഴികൾ ബജറ്റിൽ ഉണ്ടായേക്കും. യു.ഡി.എഫിന്റെ സ്വപ്ന പദ്ധതികളിൽ പലതിൻ്റെയും പ്രഖ്യാപനം ബജറ്റിലൂടെ നടത്തും. ഇന്ധനവില വർധനവിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ അധിക നികുതി വേണ്ടെന്ന് വെച്ച് വില കുറയ്ക്കാനുള്ള നീക്കം ഉണ്ടാകുമെന്ന് ജനങ്ങൾ കരുതുന്നു. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ബജറ്റിലുണ്ടാകും. എന്നാൽ അതിനായി അധിക നികുതി ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കില്ല. പകരം നിലവിലെ നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കും. നികുതി ചോർച്ച തടയുകയാണ് പ്രധാന ലക്ഷ്യം. ഇക്കാര്യം വളരെ മുൻപ് തന്നെ സതീശൻ പറഞ്ഞിട്ടുമുണ്ട്. സംസ്ഥാനത്തിന്റെ തനതു വരുമാനത്തിൽ വർധന ഉണ്ടായാൽ മാത്രമേ ഇന്ദിരാ ഗ്യാരണ്ടികൾ ഉൾപ്പെടെ പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയൂ. കാരണം കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കൂടാനുള്ള സാധ്യതയില്ല. അത് കണക്കിലെടുത്ത് വേണം ബജറ്റ് അവതരിപ്പിക്കാൻ. മുൻ സർക്കാരിന്റെ അവസാന ബജറ്റിൽ ധനമന്ത്രിയായിരുന്ന കെ.എൻ. ബാലഗോപാൽ കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് കിട്ടുമെന്ന് മനക്കോട്ട കെട്ടി 35,000 കോടിയുടെ പ്ലാൻ പ്രഖ്യാപിച്ചു. എന്നാൽ അതിൽ 15,000 കോടിയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. സാമൂഹികക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് യു.ഡി.എഫിന്റെ വാഗ്ദാനം. ആദ്യ ബജറ്റിൽ നാമമാത്രമായെങ്കിലും വർധന വരുത്തുമെന്നാണ് പ്രതീക്ഷ. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക ഒരു ഗഡു മുൻകാല പ്രാബല്യത്തോടെ നൽകാൻ നടപടിയുണ്ടാകും. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്തുന്ന പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകില്ല. ധവളപത്രത്തിൽ ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള ശുപാർശകളൊന്നും ആദ്യ ബജറ്റിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ജീവനക്കാർക്കായി LDF സർക്കാർ പ്രഖ്യാപിച്ച അഷ്വേർഡ് പെൻഷൻ പദ്ധതിയുമായി UDF മുന്നോട്ടു പോകില്ല. പകരം നിലവിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ജീവനക്കാർക്ക് ഗുണകരമായ മാറ്റങ്ങൾ വരുത്തും. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലേക്കുള്ള പ്രതിമാസ സർക്കാർ വിഹിതം അടിസ്ഥാന ശമ്പളത്തിന്റെ 10% നിന്ന് 14% ഉയർത്തും. ഇത് ജീവനക്കാർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. എന്നാൽ ഇതുവഴി സർക്കാരിനുണ്ടാകുന്ന അധിക ചിലവിന് പണം കണ്ടെത്തേണ്ടി വരും. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങിവെച്ച പല സാമൂഹികക്ഷേമ പദ്ധതികളും പിണറായി സർക്കാർ നിർത്തലാക്കിയിരുന്നു. അതൊക്കെ പുനരാരംഭിക്കാൻ UDF നടപടി കൈക്കൊണ്ടേക്കും. അങ്ങനെ സമൂഹത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ബജറ്റാണ് സതീശൻ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ പണിപ്പുരയിലാണ് ധനമന്ത്രി. കഴിഞ്ഞ ഒരാഴ്ചയായി വിവിധ മേഖലകളിലുള്ളവരുമായും സാമ്പത്തിക വിദഗ്ധരുമായും ചർച്ചകൾ നടന്നു വരികയാണ്. എന്തായാലും പുതിയ UDF സർക്കാരിന്റെ വികസന സാമ്പത്തിക നയം എന്തെന്ന് ബജറ്റിലൂടെ വ്യക്തമാകും. അതിൽ എന്തെങ്കിലുമൊക്കെ വിസ്മയം ഉണ്ടാകുമെന്ന് കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിക്ക് അത്രയേറെ പ്രിയപ്പെട്ട വാക്കാണ് വിസ്മയം.